അങ്ങനെ കംസൻ ദേവകിയെയും വസുദേവരെയും തടവിലാക്കി തന്റെ സൈനികരോട് ആ മുറി കാക്കാനും ആവശ്യപ്പെട്ടു. ദേവകി ഓരോ തവണയും ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ കംസൻ ദമ്പതികളെ സന്ദർശിച്ച് അവരുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ടു പോവുമായിരുന്നു. അതിനെ ചുമരിലിടിച്ച് കൊല്ലുമായിരുന്നു. നിങ്ങൾക്കിത് ആലോചിക്കാൻ കൂടെ വയ്യ അല്ലേ? അപ്പൊ പാവം ദേവകിയും വസുദേവരും എത്ര വിഷമിച്ചു കാണും. 7ാം തവണയും ഗർഭിണിയായപ്പോൾ ഗർഭസ്ഥ ശിശു അത്ഭുതകരമായി വൃന്ദാവനത്തിലെ രോഹിണിയുടെ ഗർഭപാത്രത്തിലേക്ക് മാറി. അത് നമ്മുടെ ദൈവത്തിന്റെ ഒരു കളിയായിരുന്നു കേട്ടോ. ഹോക്കസ് പൊക്കസ്, കുട്ടി ഇവിടുന്ന് അങ്ങോട്ട് മാറട്ടെ. കംസൻ 7ാമത്തെ കുട്ടിയെ മേടിക്കാൻ ചെന്നപ്പോൾ ദേവകിയും വസുദേവരും പറഞ്ഞു അതൊരു ചാപിള്ള പ്രസവമാണ് എന്ന്. അതായത് കുഞ്ഞ് നേരത്തെ മരിച്ചുപോയി എന്ന്. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ദേവകി 8ാമതും ഗർഭിണിയായി.